ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു ചെറിയ ലോങ് ബ്രേക്കിന് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വെൽക്കം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ണൂരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഞാനിത് മുന്നേ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മുടെ ഷാജി പപ്പൻ്റെ മാരേജ് ഫംഗ്ഷന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ നേരത്തെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് ഇതൊക്കെ ചെറിയൊരു മടിയും പിന്നെ മൈൻഡ് ഒട്ടും ഓക്കെ ആയിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ആ വീഡിയോ ഒക്കെ എടുത്ത് ചെയ്ത് നിങ്ങളടുത്ത് അപ്ലോഡ് ചെയ്യാൻ നേരത്തെ. അപ്പോൾ എന്തായാലും ഫുള്ളായിരുന്നു വാച്ച് ചെയ്യുക. ഇനി ഞാൻ അടുത്തത് ഏത് വീഡിയോ ആണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും കണ്ടിട്ട് വരൂ ഗൈസ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കൊച്ചി പോവാണ്, എറണാകുളത്തേക്ക് പോവാണ്. അപ്പോൾ ഞാൻ വീടിൻ്റെ അവിടെ നിന്ന് നമ്മുടെ അമ്പലൂർ വന്നിറങ്ങി. അമ്പലൂരിൽ നിന്ന് പുതുക്കാട് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് KSRTC ബസ് കിട്ടി. എന്തോ ഭാഗ്യത്തിന് തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്ത് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സീറ്റൊക്കെ കിട്ടിയ കാരണം കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് തന്നെ ഹിമ ചേച്ചി വന്ന് പിക്ക് ചെയ്തു. വൈറ്റിലെത്തിയപ്പോൾ നമ്മൾ നേരെ ഹിമ ചേച്ചിയുടെ വീട്ടിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. അപ്പോൾ ഹിമ ചേച്ചി ഫുഡൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക്, കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ചായയും കുടിച്ചു. ഹിമ ചേച്ചിയുടെ താഴെയുള്ള കൊച്ചാണ് അത്. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോകാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ കരുതി, കാരണം എൻ്റെ ഹെയറൊക്കെ ഫുൾ ഡാമേജ് ആണ്. പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ ടയേർഡ് വേണം. അപ്പോൾ ഇങ്ങനെ എനിക്ക് എന്തായാലും കല്യാണത്തിന് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഷബത്തയുടെ പാർലറിൽ വന്നിട്ടുണ്ട്. ആക്ച്വലി നല്ല, ഞാൻ ആദ്യം കണ്ടപ്പോൾ കരുതി അധികം സ്പേസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതിനുള്ളിൽ വന്നപ്പോൾ അടിപൊളിയാണ്. കാരണം കാണുമ്പോൾ നമ്മൾ കരുതും ഇതിങ്ങനെ സ്റ്റെയറിൽ കാണുമ്പോൾ നമ്മൾ കരുതും അധികം അധികം ഉണ്ടാവില്ല എന്നായിരുന്നു. പക്ഷേ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഞാൻ കാണിച്ചു തരാം ജസ്റ്റ്. എല്ലാം നല്ല രീതിക്ക് ചേച്ചി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളാണെങ്കിലും ഒക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്ത് എൻ്റെ ഹെയർ ഒന്ന് സ്പാ ചെയ്തു. സത്യം പറയാമല്ലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ചേച്ചി ബോഡി മസാജൊക്കെ ചെയ്തപ്പോൾ നല്ല റിലാക്സ് ആയിരുന്നു. ആ യാത്ര ചെയ്ത് വന്ന ക്ഷീണം എല്ലാം മാറിക്കിട്ടി. പിന്നെ ഞാൻ ഇപ്പോൾ മെയിൻലി മുടി എൻ്റെ അധികം കെയറൊന്നും ചെയ്യലില്ല. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഹെയറൊക്കെ ഒന്ന് കട്ടും ചെയ്തു. ഫസ്റ്റ് തന്നെ എൻ്റെ ഹെയറാണ് ചേച്ചി സെറ്റാക്കിയതാണ്. ഞാൻ വെള്ളം മസാജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നല്ല രീതിക്ക് സ്പായും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. അതിന് ശേഷം ചേച്ചി തന്നെയാണ് എനിക്ക് മേക്കപ്പും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി, അല്ലെങ്കിൽ എനിക്ക് അതും കൂടി ഇതിൽ വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ നല്ല രീതിക്ക് സെറ്റായി പോകണമല്ലോ. അത്യാവശ്യം നല്ല സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മാരേജ് ഫംഗ്ഷനും കൂടി ആകുമ്പോൾ നമ്മളും ഇത്തിരി ഇങ്ങനെ തിളങ്ങി നിൽക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതേ നമ്മളങ്ങനെ കല്യാണത്തിനെത്തി. ജാൻമണി ചേച്ചി, വികാസേട്ടൻ, ബേബീനൊക്കെ കണ്ടു. ദേ ചേച്ചീനെ ഞാൻ പിടിച്ച് കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് പിടിച്ച് നിർത്തിയ. പക്ഷേ ഞാൻ നൈസായിട്ട് റീലൊക്കെ എടുത്തു. വികാസേട്ടനാണെങ്കിലും നമ്മുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു. നല്ല രീതിയിൽ ഹാപ്പി ആയിരുന്നു. പിന്നെ ദേ കണ്ടല്ലോ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ അധികം ഫുഡൊന്നും കഴിച്ചില്ല, ഞാൻ ഇത്തിരി ഫുഡായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആരതി ചേച്ചിനെ കണ്ടു. അങ്ങനെ ആരതി ചേച്ചിയുടെ ഒപ്പം നിന്ന് നൈസായിട്ട് റീലൊക്കെ എടുത്തു, വർത്താനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഇതേ റോബിൻ ചേട്ടൻ വന്നു. അതെ ഗൈസ്, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് വേണ്ട വേണ്ട. സത്യം പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിരുന്നു. എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്ത ടീം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് ഒരുപാട് താങ്ക് യു. അങ്ങനെ നമ്മൾ ഷിയാസിക്കാനൊക്കെ കണ്ടു.